Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഡിസ്ക്ലോഷർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നതിൽ കുറച്ച് ടോപ്പിക്സുകളാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ അവസാനത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ബേസ്ഡ് ആയിട്ടുള്ള ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ഇന്ന് EPS കുറിച്ചാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിസ്ക്ലോഷർ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ്, നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്, ഓക്കെ എന്ന് നോക്കാം. സോ ആസ് പെർ അവർ സിലബസ് അല്ലേ, താഴെ പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്പർ 1. So what is number 1? Earnings per share as per Ind AS 33. Okay, Ind AS 33 അനുസരിച്ച് വരുന്ന EPSൻ്റെ കാൽക്കുലേഷൻ. ദെൻ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, ഓക്കെ, അത് Ind AS 108 അനുസരിച്ച് വരുന്ന. ഓക്കെ, ദെൻ ഈവൻസ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്, ഓക്കെ, Ind AS 10 അനുസരിച്ച് വരുന്നതാണ്. ഓക്കെ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് Ind AS 24 അനുസരിച്ച് വരുന്നതാണ്. ദെൻ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ് എന്ന് പറയുന്നത് Ind AS 8 പറയപ്പെടുന്ന കാര്യമാണ്. ദെൻ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് Ind AS 34. അപ്പം ഇങ്ങനെ കുറച്ച് ഡിസ്ക്ലോഷർ ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ക്ലിയർ? നമ്മുടെ സിലബസിലുണ്ട്, ലാസ്റ്റ് മൊഡ്യൂളായിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ഏർണിങ്സ് പെർ ഷെയർ. ക്ലിയർ? സോ വാട്ട് ഈസ് EPS? ഇപ്പോൾ EPSനെ കുറിച്ച് പറയുമ്പോൾ അതിൽ വരാവുന്ന കീ ടേംസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. ക്ലിയർ? സോ നമ്പർ 1 ആദ്യമായിട്ട് വരുന്ന കാര്യം എന്താ? ഓർഡിനറി ഷെയർസ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലേ, എന്താണ് ഈ ഓർഡിനറി ഷെയർസ് അല്ലെങ്കിൽ കോമൺ ഷെയർസ് അല്ലേ? ഇതിന് വേറെ പറയുന്ന പേരെന്താ? നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നത് ഇക്വിറ്റി ഷെയർ എന്നുള്ള പേരിലാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഓർഡിനറി ഷെയർസ് ആർ ദോസ് ഷെയർസ് which are subscribed by the equity holders. Clear? ഇക്വിറ്റി ഹോൾഡേഴ്സിന് കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഭാഗമായി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഷെയർസിനെയാണെന്ന് പറയുന്നത് ഓർഡിനറി ഷെയർസ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ടേമാണ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് EPSൻ്റെ വേറൊരു ആസ്പെക്റ്റ് ഉണ്ട്, ഡൈല്യൂട്ടഡ് EPS ഉണ്ട്. ക്ലിയർ? EPSനെ രണ്ട് തരത്തിൽ പറയാറുണ്ട്, ബേസിക് EPSും ഡൈല്യൂട്ടഡ് EPS. അപ്പോൾ ഡൈല്യൂട്ടഡ് EPS പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർ കൂടുതലായിട്ട് പറയും. ക്ലിയർ? എങ്കിലും ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് എന്താണ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ്. ഒരു പക്ഷേ ഒരു കമ്പനി നിയർ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് ഇയറിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൻ്റെ ഉള്ളിൽ തന്നെയോ, ക്ലിയർ, ചിലപ്പോൾ ഓർഡിനറി ഷെയർസ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറ്റപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് ഓബ്ലിഗേഷൻസ് ഉണ്ടാവാം. ക്ലിയർ? അങ്ങനെയുള്ള ഓബ്ലിഗേഷൻസ് എന്താ? ചിലപ്പോൾ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുന്നു, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുന്നുണ്ടാവും. ക്ലിയർ? അതിൻ്റെ എക്സസൈസ് പീരീഡ് എപ്പോഴായിരിക്കും? 1-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് പീരീഡ് കഴിഞ്ഞ് എന്തായിട്ട് മാറും? ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറും. അപ്പോൾ അതെന്തായിട്ട് വരുന്നു? പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ്. ക്ലിയർ? അതുപോലെ തന്നെയാണ് ബോണസ് ഷെയർസ് വരാം, റൈറ്റ് ഇഷ്യൂ വരാം. ക്ലിയർ? ഇങ്ങനെ കുറേയധികം കേസസ്. അതുപോലെ കൺവേർട്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, കൺവേർട്ടബിൾ ഡിവഞ്ചറോ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ കേസസിലും ക്ലിയർ പൊട്ടൻഷ്യലായിട്ട് ഇക്വിറ്റി ഷെയർസ് അടുത്ത പീരീഡ്, നെക്സ്റ്റ് അക്കൗണ്ട്, കറണ്ട് പീരീഡിലല്ല, റിപ്പോർട്ടിംഗ് പീരീഡിലല്ല, റിപ്പോർട്ടിംഗ് പീരീഡിന് ശേഷം പിന്നീട് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ഷെയർസിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഓർഡിനറി ഷെയർസ്. ഏർണിങ്സ് പെർ ഷെയർ. എന്താണ് ഏർണിങ്സ് പെർ ഷെയർ? സോ ഏർണിങ്സ് പെർ ഷെയർ എന്ന് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഒരു ഷെയറിനുള്ള ഏർണിംഗ്. ഏർണിങ്സ് ഓഫ് എ കമ്പനി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഓക്കെ ഏർണിങ്സ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ ഏർണിങ്സ് എത്ര. ക്ലിയർ? ഒരു കമ്പനിക്ക് 10 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയുടെ ഏർണിങ്സ് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. 1 lakh ഷെയർസാണ് അവർക്കുള്ളത്. അപ്പോൾ 10 lakh rupees ഡിവൈഡഡ് ബൈ 1 lakh ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ
10 റുപ്പി കിട്ടും. ഈ 10 റുപ്പി എന്താ, ഒരു ഷെയറിനുള്ള ഏർണിങ്സ് ആണ്. ക്ലിയർ? അതുകൊണ്ട് ഇതിന് എന്ത് പറയുന്നു, ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ രണ്ട് തരത്തിലുണ്ട്. വൺ ഈസ് ബേസിക് EPS, another one is diluted EPS. ക്ലിയർ? അപ്പോൾ അതെന്താണ് നമുക്ക് പിന്നീട് നോക്കാം. ക്ലിയർ? സോ ബേസിക് EPS എന്താണ്, പ്രധാനമായിട്ട് വരുന്നത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് സാധാരണ ഇപ്പോഴുള്ള ഇൻഫർമേഷൻസ്, കറണ്ട് ഇയറിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്ന, കറണ്ട് ഇയർ പ്രോഫിറ്റിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്ന പേരാണ് ബേസിക് EPS. ക്ലിയർ? ഡൈലൂട്ടഡ് EPS. എന്താ ഡൈലൂട്ടഡ് EPS? ഒരു പക്ഷേ നിയർ ഫ്യൂച്ചർ അല്ലേ, ഈ കറണ്ട് റിപ്പോർട്ടിംഗ് പീരീഡിലല്ല, അതിന് ശേഷം, ക്ലിയർ, അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 1, 2, 3 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ എന്ത് സംഭവിക്കാം, ഷെയർസിൻ്റെ അല്ലേ കൺവേർട്ടബിൾ ആയുള്ള സെക്യൂരിറ്റീസ് ഷെയർ ആയിട്ട് മാറാം, അല്ലേ, ഒരു ബോണസ് ഇഷ്യൂ ഡ്യൂ ആയത് ബോണസ് ഇഷ്യൂ ആയിട്ട് മാറാം. ക്ലിയർ? അതുപോലെ തന്നെ വേറെയും ചില കാര്യങ്ങൾ കൊണ്ട്. ക്ലിയർ? സോ മേ ബി ബിക്കോസ് ഓഫ് ദി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ അതർ ലയബിലിറ്റീസ്. ക്ലിയർ? ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം ചിലപ്പോൾ കൂടാം. ക്ലിയർ? ഓർ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ചില അവസരത്തിൽ ഏർണിങ്സിൽ അല്ലേ, ഈ ഇപ്പം കിട്ടിയിരിക്കുന്ന ഏർണിങ്സ് ഇപ്പം ഉണ്ടെങ്കിൽ പോലും, ക്ലിയർ, കുറച്ച് കഴിയുന്ന സമയത്ത് ഈ സെക്യൂരിറ്റീസോ ഓബ്ലിഗേഷൻസോ ഒക്കെ കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറുന്ന സമയത്ത് ഏർണിങ്സിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, വ്യത്യാസം വരാം. ഇപ്പം കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. ക്ലിയർ? ഇങ്ങനെ ഏർണിങ്സ് പെർ ഷെയർ EPSൽ വരുന്ന ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ? അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്ന, ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്ന. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡൈലൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂവിന് പറയുന്ന പേരാണ് ഡൈലൂട്ടഡ് EPS. ക്ലിയർ? ഇങ്ങനെ ബേസിക് EPSും ഡൈലൂട്ടഡ് EPSും രണ്ടും കാണിക്കണമെന്ന് കമ്പനീസ് ആക്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാൻഡേറ്റ് ചെയ്യുന്നു. സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അത് മാൻഡേറ്ററി ആണ്. ക്ലിയർ? അപ്പം അതുകൊണ്ട് ഈ രണ്ട് തരത്തിൽ പറയും. ഡൈലൂഷൻ, എന്താ ഡൈലൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സോ ഇറോഷൻ ഇൻ ദി അല്ലേ ഏർണിങ്സ്. ക്ലിയർ? ഇറോഷനെയാണ്, ഈ കുറവിനെയാണ്, റിഡക്ഷനെയാണ് എന്ത് പറയുന്നത്, ഡൈലൂഷൻ. അപ്പോൾ ഓണർഷിപ്പിൻ്റെയോ സ്റ്റേക്കിൻ്റെയോ അല്ലേ അല്ലെങ്കിൽ ഷെയർസിൻ്റെ എണ്ണം കൂടുന്നതിൻ്റെ ഫലമായിട്ടോ ഏർണിങ്സിൽ വരുന്ന കുറവിൻ്റെ ഫലമായിട്ടോ എന്ത് സംഭവിക്കുന്നു, ഏർണിങ്സ് പെർ ഷെയറിന് കുറവ് വരാം, ഡൈലൂഷൻ സംഭവിക്കാം. ക്ലിയർ? ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കാണുന്ന ബാലൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനുസരിച്ച് റിപ്പോർട്ടഡ് ആയിട്ടുള്ള EPSൽ ചിലപ്പോൾ കുറവ് വരാം. ഇങ്ങനെ വരാവുന്ന കുറവിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ഡൈലൂഷൻ. ക്ലിയർ? സോ ഡൈലൂഷൻ. ഡൈലൂട്ടഡ് ഏർണിങ്സ് എന്താ, ഏർണിങ്സിൽ മാറ്റം വരുന്നു അല്ലേ, ഏർണിങ്സ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അല്ലേ, ഏർണിങ്സിൽ വരുന്ന കുറവ് അല്ലെങ്കിൽ EPSൽ വരുന്ന കുറവ്. ക്ലിയർ? അപ്പോൾ ഇതിനെ ഡൈലൂട്ടഡ് ഏർണിങ്സ്. ക്ലിയർ? ഡൈലൂട്ടഡ് EPS അല്ലെങ്കിൽ ഡൈലൂട്ടഡ് ഏർണിങ്സ് പറയുമ്പോൾ അവിടെ ഒരു പ്രോഫിറ്റിൽ വരുന്ന കുറവ്. ക്ലിയർ? പ്രോഫിറ്റ് ചിലപ്പോൾ ഡൈലൂട്ട് ചെയ്യപ്പെടാം ഫ്യൂച്ചർ ഈവൻ്റ് അനുസരിച്ച്. ഇതിനാണ് ഡൈലൂട്ടഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ബേസിക് EPS, നമ്മൾ ബേസിക് EPSൻ്റെ കാൽക്കുലേഷനിലേക്കാണ് വരുന്നത് ആദ്യം. ക്ലിയർ? സോ വാട്ട് ഈസ് ബേസിക് EPS? സോ ബേസിക് EPS ഈക്വൽ ടു അല്ലേ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ദാറ്റ് ഈസ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ weighted average number of equity shares. Clear? Simple formula അല്ലേ. എന്താണ്, എങ്ങനെയാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുക? നോർമലി EPS ഈക്വൽ ടു ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓർ ഏർണിങ്സ് അട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ weighted average number of equity shares. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയും. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, weighted average number of equity shares. So why there is a weightage അല്ലേ, ചിലപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ക്ലിയർ? അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, ഷെയർ ചിലപ്പോൾ ബൈബാക്ക് ചെയ്തിട്ടുണ്ടാവാം, ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം. ക്ലിയർ? അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ക്ലിയർ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? ഇങ്ങനെ ടൈം വെയിറ്റേജ് കൊടുത്തുകൊണ്ട് ഓക്കെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന പേരാണ് weighted average number of shares. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ ഏർണിങ്സ് അവൈലബിൾ ഓർ അട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള ഏർണിങ്സ് തന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു,
വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് EPS. സോ ദിസ് ഈസ് എ ബേസിക് EPS. സോ ഏർണിങ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇഫ് എനി. ഇപ്പോൾ ഇവിടെ ഏർണിങ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. സോ വാട്ട് ഈസ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്? ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലേ? ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള. ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇതാണ് നമ്മളിവിടെ ഏർണിങ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? സോ ഹിയർ ദ ന്യൂമറേറ്റർ ഏർണിങ്സ് ക്ലിയർ represents EAT മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇഫ് എനി. ഓക്കെ, പ്രിഫറൻസ് ഡിവിഡൻഡ് എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നത്? കാരണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവരെന്തല്ല, ഓണർഷിപ്പ് ഷെയർസ് അല്ല അല്ലേ? അത് അവർ ഓണേഴ്സും അല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സും അല്ല. അതുകൊണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓബ്ലിഗേഷനായിട്ട് തന്നെ എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ അതുകൂടെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് റെസിഡ്യുവൽ ആയിട്ടുള്ള ഓണേഴ്സിന് കിട്ടുന്ന ഏർണിങ്സ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് വൈ ഏർണിങ്സ് ഈക്വൽ ടു EAT ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ദെൻ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ടൈം വെയ്റ്റഡ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ പീരീഡ് ഒരു അക്കൗണ്ടിങ് ഇയറിൽ. ക്ലിയർ? ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഷെയർസ്. ക്ലിയർ? അതുപോലെ തന്നെ അഡീഷണൽ ഷെയർ ഇഷ്യൂ ഇഫ് എനി ഉണ്ടെങ്കിൽ അത് ESOPയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള ഫലമായിട്ടൊക്കെ ഷെയറുകളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ. ക്ലിയർ? അതിൻ്റെ കാര്യം. ഓക്കെ, ഷെയർ ബൈബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ബോണസ് ഷെയറോ റൈറ്റ് ഷെയറോ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത്, ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം, ടൈം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം എപ്പോഴാണ് ഇത് ഇഷ്യൂ ചെയ്തത് അല്ലേ, എത്ര സമയം അത് അവൈലബിൾ ആയിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനം. കാരണം ഓപ്പണിംഗ് ബാലൻസ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ചിലപ്പോൾ അഡീഷണൽ ഷെയർ ഇഷ്യൂ ഇയറിൻ്റെ ഇടയിൽ വെച്ചിട്ടായിരിക്കും, ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ഇയറിൻ്റെ ഇടയിൽ വെച്ചിട്ടായിരിക്കും, റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഇയറിൻ്റെ ഇടയിൽ വെച്ചിട്ടായിരിക്കും. ക്ലിയർ? അപ്പം അതുകൊണ്ട് ഈ ക്യാപിറ്റലൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന പീരീഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ ടൈം വെയിറ്റേജ് കൊടുക്കുന്നു. ഇങ്ങനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിന് ക്ലിയർ ടൈം വെയിറ്റേജ് കൊടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂവിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസിന് പറയുന്ന പേരാണ് എന്ത്? weighted average number of shares. So that is weighted average number. Then time adjustment the time adjustment would mean so adjustment to the number of shares were made based on the period of availability or usage. Clear? Time adjustment എന്ന് പറയുന്നത് എത്ര സമയം അല്ലെങ്കിൽ എത്ര പീരീഡിലേക്കാണ് ഈ ക്യാപിറ്റൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? സോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം വെയിറ്റേജ് ആയിട്ട് കൊടുക്കുന്നത്. സോ ഹിയർ വെയിറ്റേജ് വിൽ ബി അസൈൻഡ് ബേസ്ഡ് ഓൺ ദി ടൈം ഓഫ് യൂസേജ്, പീരീഡ് ഓഫ് യൂസേജ് ഓഫ് ദിസ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഫുൾ ഇയറിൽ ഉണ്ടാവാം, ഇടയിൽ മറ്റുള്ള അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ കുറച്ച് പീരീഡിലേക്ക് മാത്രമേ നമുക്ക് ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്? ടൈം അഡ്ജസ്റ്റ് ചെയ്തു. ക്ലിയർ? 6 മാസത്തേക്കാണെങ്കിൽ 6/12 ചെയ്യുന്നു, 3 മാസത്തേക്കാണ് നമുക്ക് അവൈൽ ചെയ്തിരിക്കുന്നതെങ്കിൽ ഉപയോഗിക്കാൻ കിട്ടിയിരിക്കുന്നെങ്കിൽ 3/12 ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇഷ്യൂ പീരീഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ടൈം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. കാൽക്കുലേഷൻ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് arises on account of change in the number of equity shares due to additional share issue, bonus issue, buyback, right issue, etc. during the year. Clear? അപ്പോൾ എന്തുകൊണ്ടാണ് വെയ്റ്റഡ് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട്? ഒരു വർഷത്തിനിടയിൽ എന്ത് സംഭവിക്കാം? അഡീഷണൽ ഷെയർ ഇഷ്യൂ ഉണ്ടാവാം, അഡീഷണൽ ഷെയർ ഇഷ്യൂന് പുറമെ ബോണസ് ഇഷ്യൂ ഉണ്ടാവാം, റൈറ്റ് ഇഷ്യൂ ഉണ്ടാവാം, ബൈബാക്ക് ഓഫ് ഷെയർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവാം അല്ലേ. അതുപോലെ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവാം, ചിലതൊക്കെ കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ക്ലിയർ? ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഓക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? We are often required to calculate the weighted average number of shares. Clear? Instead of simply taking the outstanding shares at the end of the year. Clear? സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക? സിമ്പിളായിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും? ഏർണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ചെയ്യും അല്ലേ. ഇത് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? വെയ്റ്റഡ് ആവറേജ് ആയിട്ട് മാറും. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ ബേസിക് EPS ഈസ് കാൽക്കുലേറ്റഡ്. സോ ഒരു എക്സാമ്പിൾ നോക്കാം. ക്ലിയർ?
So what is example? A company has an EAT of rupees 5 lakh. Number of equity shares at the beginning of the year is 10,000 shares of 10 each. That is equal to 1 lakh. Clear? Then 10% preference share capital amounted to rupees 2 lakh. 2 ലക്ഷം രൂപയുടെ preference share capital ഉണ്ട്. Clear? Then during the year, company made an additional issue of 5,000 equity shares of 10 each on 1/7/2019. കമ്പനി എന്ത് ചെയ്തു? 1/7/2019 5000 ഇക്വിറ്റി ഷെയർ കൂടെ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്തു. ക്ലിയർ? 10 രൂപ വെച്ചിട്ട്. അക്കൗണ്ടിങ് റൺസ് ഓൺ 31st December. ക്ലിയർ? കാൽക്കുലേറ്റ് ബേസിക് EPS. ഇപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക അല്ലേ? സോ വാട്ട് ഈസ് EAT? സോ നമ്പർ 1 ന്യൂമറേറ്റർ ഈസ് ഗിവൺ. ക്ലിയർ? വാട്ട് ഈസ് ദാറ്റ്? EAT ഈസ് ഗിവൺ 5 lakh. ഇന്ന് എന്ത് കുറയ്ക്കണം? പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കണം അല്ലേ? നമ്മൾ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കും. പ്രിഫറൻസ് ഡിവിഡൻഡ് എങ്ങനെ എടുക്കുക? എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു പ്രിഫറൻസിൻ്റെ റേറ്റ് 10% അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 lakh ഇൻറ്റു 10% വരുമ്പോൾ എത്ര വരും? 20,000. ഇപ്പോൾ 20,000 കുറയ്ക്കുക. ക്ലിയർ? അപ്പോൾ 4,80,000 കിട്ടും. ഓക്കെ. ദെൻ അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഓപ്പണിംഗ് എത്രയുള്ളത്? സോ ഇറ്റ് ഈസ് 10,000 ഷെയർ. ക്ലിയർ? 1/7 മുതൽ എത്ര കൂടെ വന്നു? 5,000 കൂടെ കൂടി. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാ? 15,000 ഷെയർസ് ഇപ്പം ഉണ്ടാവും അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, 10,000 വെച്ചിട്ട് നമ്മൾ EPS കാൽക്കുലേറ്റ് ചെയ്യണോ? 15,000 വെച്ച് EPS കാൽക്കുലേറ്റ് ചെയ്യണോ? അല്ലേ? ഇപ്പം ഇത് രണ്ടും അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആരും എന്ത് ചെയ്യണം? നമ്മളിതിന് എന്ത് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? ഓക്കെ. സോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇതിൻ്റെ കാൽക്കുലേഷൻ അല്ലേ? സോ EAT 5 lakh rupee, preference dividend equal to 20,000, that is 2 lakh into 10%. Then earnings available to equity shareholders equal to EAT minus preference dividend. So that is equal to 5 lakh minus 20,000. So that will give you 4,80,000. Clear? Numerator, right? So this is the numerator in our exam. Clear? Then so what is next? So we are required to calculate the weighted average number of equity shares. Okay. So weighted average number of equity shares അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ ബിഗിനിങ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് 10,000 നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ? സോ ദിസ് ഹാസ് ബീൻ ടേക്കൺ. ക്ലിയർ? ദിസ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ദെൻ number of equity shares issued on 1/7/2017, it is 5,000. Clear? So number of equity shares at the end of the year രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 15,000. 10,000 നേരത്തെ ഉള്ളതും 5,000 ഷെയർസ് പിന്നീട് ഇഷ്യൂ ചെയ്തു. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് 15,000 ഷെയർസ്. ദെൻ പീരീഡ് ഓഫ് അവൈലബിലിറ്റി ക്ലിയർ ഓഫ് ഓപ്പണിംഗ് ബാലൻസ് അല്ലേ? ഓപ്പണിംഗ് നമ്പർ ഓഫ് ഷെയർസ് എത്ര പീരീഡ് ഉണ്ടായിരുന്നു? 10,000 ഷെയർ ഉണ്ടായിരുന്നു. അത് ഒരു വർഷം മുഴുവനും ഉണ്ടാകും അല്ലേ? അപ്പോൾ 12 months ഉണ്ടായിരുന്നു. ക്ലിയർ? ദെൻ പീരീഡ് ഓഫ് അവൈലബിലിറ്റി ഓഫ് അഡീഷണൽ ഷെയർസ്. അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് എത്ര പീരീഡ് ഓഫ് യൂസ് ഉണ്ടായിരുന്നു? 1/7 നമ്മൾ ഉപയോഗിച്ചത് അല്ലേ? അപ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ. ക്ലിയർ? സോ ജൂലൈ ടു ഡിസംബർ. സോ വാട്ട് ഈസ് ജൂലൈ ടു ഡിസംബർ പീരീഡ്? 6 months. Clear? So 6 months is the period between July and December. Clear? So that is 6 months. Then അത്ര 6 മാസത്തെ യൂസേജ് അഡീഷണൽ ഷെയർ ക്യാപിറ്റലിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ സമ്മേഷൻ ഓഫ് ക്ലിയർ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ടൈം വെയ്റ്റ്. ക്ലിയർ? നമ്പർ ഓഫ് ഷെയർസിനെ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം വെയിറ്റേജ് കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ? ഇവിടെ നമുക്ക് എങ്ങനെ ടൈം വെയിറ്റേജ് കൊടുത്തേക്ക് നോക്കൂ. ഓപ്പണിംഗ് ബാലൻസ് 10,000 ഷെയർസ് ഇൻറ്റു 12/12, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ക്ലിയർ? ഫുൾ ഇയർ ഉള്ളതുകൊണ്ട് 1 കിട്ടും. അപ്പോൾ 10,000 തന്നെ കിട്ടും ഓപ്പണിംഗ് ബാലൻസ്. ദെൻ 5,000 ഷെയർസ് അഡീഷണൽ വന്നിട്ടുണ്ട്. അത് 6 months ഉള്ളൂ. അപ്പോൾ 6/12 ചെയ്തു. ക്ലിയർ? സോ രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത്? 12,500 ഷെയർസ്. സോ instead of 15,000 shares at the end of the year, weighted average number of equity share is only 12,500. Clear?
ഇനി നമുക്ക് EPS കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ വാട്ട് ഈസ് EPS? സോ earnings per share equal to earnings available to equity shareholders divided by weighted average number of equity shares. Clear? Therefore 4,80,000 already calculated divided by 12,500 calculated now. Clear? So that is equal to 38.4. Clear? ഇങ്ങനെയാണ് EPS വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയാം. പക്ഷേ അല്ലേ, സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ്. പക്ഷേ നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? റിലവൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതിനെ ഏർണിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഹോൾഡേഴ്സ് ആക്കി മാറ്റണം. ക്ലിയർ? നമ്പർ ഓഫ് ഷെയർസിന് എന്ത് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് മാറ്റണം. ക്ലിയർ? അപ്പോൾ അഡീഷണൽ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിലോ സിംപ്ലി ഇത് തന്നെയാണ്, ഓപ്പണിംഗ് ബാലൻസ് തന്നെയാണ് എന്തായിട്ട് എടുക്കേണ്ടത്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് എടുക്കുന്നത്, വെയ്റ്റ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ അഡീഷണൽ ഇഷ്യൂ വരുന്നതുകൊണ്ട് അതിനെ ടൈം അഡ്ജസ്റ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. സോ വി ക്യാൻ ടേക്ക് അനദർ എക്സാമ്പിൾ. ക്ലിയർ? സോ എക്സാമ്പിൾ നമ്പർ 2. In the following calculate basic EPS. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു ടേബിൾ രൂപത്തിലാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നുണ്ട്, 3 വർഷത്തെ തന്നിട്ടുണ്ട്. ക്ലിയർ? സോ 5 lakh in 2017, 6 lakh in 2018 and 7 lakh in 2019. Clear? So equity shares, equity share capital. Okay, amount ആണ് തന്നിരിക്കുന്നത് 10 each അല്ലേ, 10 രൂപ വരെയുള്ള ഇക്വിറ്റി ഷെയർസ്. 4 ലക്ഷം, 6 ലക്ഷം, 5 ലക്ഷം. ക്ലിയർ? Then 10% preference share capital. Clear? 8 lakh each. ഇതും റുപ്പീസിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, so note തന്നിരിക്കുന്നത് നോക്കൂ. During 2018 the company raised additional share capital of rupees 2 lakh on 1/7/2018. അപ്പോൾ 2 ലക്ഷം രൂപയുടെ അഡീഷണൽ ഷെയർ ക്യാപിറ്റൽ 1/7/2018 ചെയ്തിട്ടുണ്ട്. Clear? Then note number 2. During 2019 company had bought back shares amounting to rupees 1 lakh on 30th September 2019. ബോട്ട് ബാക്ക് എന്ന് പറയുന്നത് എന്താ? ബൈ ബാക്ക്, തിരിച്ചു വാങ്ങിച്ചു. ക്ലിയർ? ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തിരിച്ചു വാങ്ങിച്ച് ക്യാൻസൽ ചെയ്യണ്ടായി. ക്ലിയർ? എത്രയാണത്? 1 lakh rupees ഇക്വിറ്റി ഷെയർസ്. ഇത് രണ്ടിനെയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ 3 വർഷത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതിലുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 2017 ആദ്യം. ഓക്കെ, നിങ്ങൾ നോട്ട് എടുക്കുക, ഈ ക്വസ്റ്റ്യനിലുള്ള ഇൻഫർമേഷൻ നോക്കുക, എന്നിട്ട് അതോടൊപ്പം ചെയ്യുക. ക്ലിയർ? ഓക്കെ, അതിനോടൊപ്പം നമുക്ക് ആൻസർ നോക്കുകയും ചെയ്യാം. സോ ആൻസറിലേക്ക് വരികയാണ്. സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ടേബിൾ രൂപത്തിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം ആദ്യം? സോ പർട്ടിക്കുലേഴ്സ് 2017, 2018 and 2019. So these are the column. Yeah. So first of all we have taken EAT. So EAT is given as 5 lakh, 6 lakh and 7 lakh less preference dividend. Preference dividend 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10% എങ്ങനെ കിട്ടിയത്? 10% പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഡൻഡിൻ്റെ റേറ്റ് 10% ആണ്. അപ്പോൾ 10% നമ്മൾ എടുക്കും. സോ 8 ലാഖിൻ്റെ 10% 80,000 and 80,000 കുറച്ചു. അപ്പോൾ നമുക്ക് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടി അല്ലേ. സോ വാട്ട് ഇസ് എമൗണ്ട് ഓഫ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്? സോ ഇറ്റ് കംസ് ടു 4,80,000, 5,80,000 and 6,80,000. ക്ലിയർ? ആണോ? ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. 4,20,000, അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് 80 കുറച്ച് കഴിഞ്ഞാൽ 5,20,000 and 7 lakh, that is 7 lakh minus 80,000 equal to 6,20,000. ഇങ്ങനെയാണ് വരിക കേട്ടോ. സോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൽ നിന്നും പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് 4,20,000, 5,20,000 and 6,20,000. ക്ലിയർ? ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത് ഇത് ന്യൂമറേറ്ററായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഡിനോമിനേറ്റർ എടുക്കണം. ഇപ്പോൾ ഡിനോമിനേറ്ററിന് വേണ്ടി നമ്മൾ നോക്കുകയാണ്. സോ ഇക്വിറ്റി എമൗണ്ട്
അല്ലേ? 4 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, ഇങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ തന്നിരിക്കണം. ക്ലിയർ? സോ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അറ്റ് ദി എൻഡ് അപ്പം എത്രയായിരിക്കും? 40,000, 60,000 ആൻഡ് 50,000. എന്തുകൊണ്ട്? ഡിവൈഡഡ് ബൈ 10, അല്ലേ? 10 രൂപ വെച്ചിട്ടുള്ളതാണ് ഷെയർസ്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 10. ദെൻ നമ്പർ ഓഫ് അഡീഷണൽ ഷെയർ ഇഷ്യൂ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? 4 lakh പോയിട്ട് 6 lakh ആയിട്ട് മാറി. അപ്പോൾ 2 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ഷെയർ വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്തു? അപ്പോൾ 20,000 ഷെയർസ് അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 1/7/2018. ക്ലിയർ? ശരി. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് 30/9/2019 തിരിച്ചു വാങ്ങിച്ചു, ബൈ ബാക്ക് ചെയ്ത ഷെയർ 10,000 രൂപ, അത് 2019 വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും ഷെയർ തിരിച്ചു വാങ്ങിച്ചു. അതുകൊണ്ടാണ് 6 lakh നിന്നും 10,000 × 10 ചെയ്തപ്പോൾ നമുക്ക് 1 lakh കുറഞ്ഞു. ക്ലിയർ? 5 lakh ഇവിടെ ഉള്ളൂ. സോ നമ്പർ ഓഫ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് അറ്റ് ദി ബിഗിനിങ്. ക്ലിയർ? അപ്പോൾ ബിഗിനിങ്ങിലുള്ള ഷെയർസ് എത്ര കിട്ടുമായിരുന്നു? അല്ലേ? ഇവിടെ എത്രയാണ്? 40,000 തന്നെയാണ്. ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല. ക്ലിയർ? ക്ലോസിങ്ങിൽ ഇവിടെ 2018 വരുമ്പോൾ 60,000 ഷെയർസ് ക്ലോസിംഗ് ഉണ്ട്, അല്ലേ? 20,000 ഷെയർ എപ്പോൾ വാങ്ങിച്ചതാ? എപ്പോൾ ഇഷ്യൂ ചെയ്തതാണ്? 1/7 അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് എത്രയുണ്ടാവും? 40,000 ഷെയറേ ഉള്ളൂ. ക്ലിയർ? ഇന്നത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ്. ക്ലിയർ? സോ ക്ലോസിംഗ് ബാലൻസ് വിൽ ബി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് നെക്സ്റ്റ് ഇയർ. ക്ലിയർ? ശരി. ഇനി ഇവിടുത്തെ ക്ലോസിംഗ് ബാലൻസ് എത്രയാ? 60,000. ക്ലിയർ? അത് തന്നെയായിരിക്കും ഇവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ്, നമ്മുടെ 2019 ഓപ്പണിംഗ് ബാലൻസ്. ക്ലിയർ? ക്ലോസിംഗ് 50,000 ഉള്ളൂ. ഈ വർഷം 10,000 ഷെയർ തിരിച്ച് വാങ്ങിച്ച് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 60,000 തന്നെ കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ കിട്ടുക? സോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഷെയർസ്, അല്ലേ? നമ്പർ ഓഫ് ഷെയർസ് ആണ്, ഷെയർ ക്യാപിറ്റൽ അല്ല, നമ്പർ ഓഫ് ഷെയർസ് അറ്റ് ദി ബിഗിനിങ്. ക്ലിയർ? സോ 40,000 ആൻഡ് 60,000 എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും, അല്ലേ? ശരി. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? weighted average number of equity shares calculation. Clear? So how to calculate weighted average number? നേരത്തെ പറഞ്ഞു time adjust ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. So and how we can make time adjustment. Clear? ഇപ്പോൾ നോക്കൂ, അല്ലേ? weighted average number of shares. Clear? Equal to number of shares into time. Clear? Time period. ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ടൈം വെയിറ്റേജ് ചെയ്യണം നമ്മൾ. ആദ്യത്തെ കേസിൽ വരുമ്പോൾ നമുക്ക് എന്തില്ല? വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അവിടെ ദർ ഇസ് നോ അഡീഷണൽ ഇഷ്യൂ, നോ, അല്ലേ? ബൈ ബാക്ക് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ്. രണ്ടാമത്തെ വർഷം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? 20,000 ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. പക്ഷേ ഇഷ്യൂ ചെയ്തത് എപ്പോഴാണ്? 1/7. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? 40,000 ഷെയർസ് ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ 40,000 ഷെയർ ഇൻറ്റു 12/12. ഈ 40,000 ഷെയർ ഓപ്പണിംഗ് ബാലൻസ് എത്ര മാസം ഉണ്ടാവും? 12 months നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലേ? ഇതാണെങ്കിലോ 6 മാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 6/12 ചെയ്യണം. ഇവിടെയോ 12/12 ചെയ്യണം. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ 40,000 ഇൻറ്റു 12/12, ദാറ്റ് ഈസ് 12 months ഡിവൈഡ് ബൈ 12 months ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റി. പ്ലസ് ഇത് പ്ലസ് ആണ് കേട്ടോ, പ്ലസ് 20,000 ഷെയർസ് ഇൻറ്റു 6/12. ക്ലിയർ? അപ്പോൾ നമുക്ക് 40,000 പ്ലസ് 10,000 കിട്ടും. അപ്പോൾ 50,000 ഷെയറാണ് weighted average number of shares for the year 2018. Then next അടുത്ത വർഷം നോക്കുക. ഇതേപോലെ ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? 60,000 ആയിരുന്നു. ക്ലിയർ? അപ്പോൾ 60,000 എടുത്തു. 60,000 ഇൻറ്റു 12/12. ക്ലിയർ? മുഴുവൻ മാസത്തേക്ക് അല്ലെങ്കിൽ മുഴുവൻ വർഷത്തേക്ക് നമ്മൾ എടുത്തു. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം? ഇത് ബൈ ബാക്ക് സംഭവിച്ചിട്ട് ഷെയറിൻ്റെ എമൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ കുറയ്ക്കണം. ക്ലിയർ? 10,000 ഇൻറ്റു എത്ര മാസം ഉള്ളത്? 30/9/2019 ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30-ന് ശേഷം 39-ന് ശേഷം, അല്ലേ? ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്, ഡിസംബർ, 3 മാസം. സോ 3/12 അത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ലെസ്സാണ്? ബിക്കോസ് ദിസ് ഇസ് എ റിഡക്ഷൻ ഇൻ ഷെയർ നമ്പർ ഓഫ് ഷെയർസ്. ബൈ ബാക്കിൻ്റെ ഫലമായി റിഡക്ഷൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ക്ലിയർ? അപ്പം അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ചു. ക്ലിയർ? സോ 60,000 ഇൻറ്റു 12/12. ക്ലിയർ? മൈനസ് 10,000 ഇൻറ്റു 3/12. അപ്പോൾ നമുക്ക് 57,500 ഷെയറാണ് കിട്ടുക. ക്ലിയർ? സോ ദിസ് ഇസ് എ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഫോർ ദി ഇയർ 2019. ഇതേ എമൗണ്ട്, ഇതേ ഷെയർ നമുക്ക് വേറെ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 2019 മാത്രം നോക്കുകയാണെങ്കിൽ
എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 50,000 ക്ലോസിംഗ് ബാലൻസ് ഇൻറ്റു അല്ലേ, ആ ക്ലോസിംഗ് ബാലൻസ് ഫുള്ളായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു 12/12 പ്ലസ് 10,000 ഷെയർ 9 മാസത്തേക്ക് നമുക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ബൈ ബാക്ക് ചെയ്ത് ബാക്കിയുള്ളതിനെ ക്യാൻസൽ ചെയ്തു. ക്ലിയർ? ആകെയുള്ള 60,000 ഷെയറിൽ 50,000 ഷെയർസ് മുഴുവൻ പീരീഡിലേക്ക് എടുക്കുക, 10,000 ഷെയർ ബൈ ബാക്ക് ചെയ്തത് വരെയുള്ള പീരീഡ് എടുക്കുക. ബൈ ബാക്ക് ചെയ്തത് എത്ര മാസമാണ്? 9ാമത്തെ മാസം. സോ 9/12. സോ 10,000 ഇൻറ്റു 9/12 പ്ലസ് 50,000 ഇൻറ്റു 12/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 57,500. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയും നമുക്ക് എടുക്കാം, ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ സോ നെക്സ്റ്റ് EPS കാൽക്കുലേഷൻ. സോ വാട്ട് ഈസ് EPS? നമുക്കറിയാം EPS ഈക്വൽ ടു ഏർണിങ്സ് പെർ ഷെയർ ഈക്വൽ ടു earnings available to equity shareholders divided by weighted average number of shares. Clear? So earnings available to equity shareholders divided by weighted average number of equity shares. So that is equal to the share first case return. So 4,20,000 divided by 40,000, that is equal to 10.5. Clear? Second year return 5,20,000 divided by 50,000, that is equal to 10.4. The next year return 6,20,000 divided by 57,500, that is equal to 10.78. Okay, ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ. So this is illustration number 2.